ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിൽ ഇന്ന് നാം ധ്യാനിക്കുന്നത് യോഹന്നാനുണ്ടായ വെളിപ്പാട് 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമീൻ. ക്രൂശിങ്കൽ തൻ്റെ ജീവൻ നൽകി, തന്നെ തന്നെ നൽകി കർത്താവ് നമ്മെ തൻ്റെ വിശുദ്ധ രാജ്യവും വിശുദ്ധ പുരോഹിതന്മാരും ആക്കി തീർക്കും. പൗരോഹിത്യവും രാജ്യത്വവും ഒന്നിനോട് ഒന്ന് ചേരുകയില്ല എന്നാണ് പൊതുചിന്ത. ലീഡർഷിപ്പ് ആൻഡ് സാക്രിഫൈസ്, ലീഡർഷിപ്പ് ആൻഡ് സെർവൻഹുഡ് ഒന്നിനോടൊന്ന് ചേരുകയില്ല എന്നാണ് പൊതുവെ ലോകം ധരിച്ചിരുന്നത്. എന്നാൽ ഒരേ സമയം രാജാവ് പുരോഹിതനായും പുരോഹിതൻ രാജാവായും സാധിക്കും എന്നുള്ളതാണ് ക്രിസ്തു യേശു നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ്റെ രാജ്യം ഐഹികമല്ല, അവൻ്റെ യാഗം കേവല ബലികളുമല്ല. അതുകൊണ്ട് ഐഹികമല്ലാത്ത, സൈന്യബലമില്ലാത്ത, അതിർത്തിയില്ലാത്ത ദൈവരാജ്യവും കാളക്കൊറ്റന്മാരെയും ആടുകളെയും യാഗം കഴിക്കാതെ ജീവനും പ്രസാദവുമുള്ള യാഗമായി തീരുന്ന ബലിയും ചേർന്ന പൗരോഹിത്യത്തിൻ്റെയും രാജ്യത്വത്തിൻ്റെയും കൂടിച്ചേരലാണ് കുരിശ്. കുരിശ് ഒരേ സമയത്ത് തന്നെ ബലിപീഠവും അതേ സമയത്ത് തന്നെ സിംഹാസനവുമാണ്. ഒരേ സമയത്ത് തന്നെ രാജചിഹ്നവും അതേ സമയത്ത് തന്നെ പൗരോഹിത്യവുമാണ്. അതുകൊണ്ടാണ് ഓരോ വർഷവും ക്രൂശിങ്കിലേക്കുള്ള ധ്യാനത്തിൽ നമ്മുടെ രാജ്യത്വത്തെ, നമ്മുടെ നേതൃത്വത്തെ, നമ്മുടെ ലീഡർഷിപ്പിനെ നാം വീണ്ടെടുക്കുന്നത്. കേവലമായി നേതൃത്വത്തെ, രാജ്യത്വത്തെ വീണ്ടെടുക്കുകയല്ല, മറിച്ച് അതിൽ പൗരോഹിത്യത്തിൻ്റെ സാന്നിധ്യം, പൗരോഹിത്യത്തിൻ്റെ ഉത്തരവാദിത്വം, പൗരോഹിത്യത്തിൻ്റെ പ്രാഭവം നേടിയെടുക്കുകയാണ്. ഓരോ ദേശത്തും പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ആകമാന സഭയ്ക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ മാമോദീസയിലൂടെ ഏവരും ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള പൗരോഹിത്യത്തിൻ്റെയും അവൻ്റെ തേജസ്സുള്ള ജീവിതത്തിൻ്റെയും അംശികളായി തീരുമ്പോൾ അവർ ഈ ഭൂമിയിൽ രാജാക്കന്മാരെ പോലെ മഹിമയോടുകൂടെ, നേതൃത്വത്തോടുകൂടെ, ധൈര്യത്തോടുകൂടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരും ആണ്. വിധേയപ്പെടുത്താത്ത വിനയവും വിവേകമുള്ള ധൈര്യവും അക്രമമില്ലാതെയുള്ള സംഘാടനവും ഒക്കെ ചേർന്നതാണ് ഇത്. ഒരേ സമയം രാജാവും അതേസമയം പുരോഹിതനും ആകാനുള്ള വെല്ലുവിളി, ഒരേ സമയം രാജ്ഞിയും അതേസമയം പുരോഹിതയും ആകാനുമുള്ള വെല്ലുവിളിയാണ് കുരിശ് നമുക്ക് തരുന്നത്. ആമേൻ.